മാറ്ററിൻ്റെ നമുക്ക് പരിചിതമായ 3 സ്റ്റേറ്റ്സ് ആണ്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിവ. ലോവർ ക്ലാസ്സിൽ ഈ 3 സ്റ്റേറ്റ്സിൻ്റെയും പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോളിഡ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസ് വളരെ ക്ലോസറായാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് സ്ട്രോങ് ആയിരിക്കും. അതിനാൽ സോളിഡിന് ഒരു ഫിക്സഡ് ഷേപ്പും ഫിക്സഡ് വോളിയവുമുണ്ട്. എന്നാൽ ലിക്വിഡ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സോളിഡിനെ അപേക്ഷിച്ച് അല്പം കൂടുതലാണ്. അതുകൊണ്ട് അട്രാക്റ്റീവ് ഫോഴ്സ് വീക്കായിരിക്കും. അതിനാൽ ലിക്വിഡിന് ഒരു ഫിക്സഡ് വോളിയം ഉണ്ടെങ്കിലും ഒരു ഫിക്സഡ് ഷേപ്പ് ഇല്ല. എന്നാൽ ഗേഷ്യസ് സ്റ്റേറ്റിൽ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ വീക്കാണ്. അതിനാൽ ഗ്യാസിന് ഒരു ഫിക്സഡ് ഷേപ്പോ ഫിക്സഡ് വോളിയമോ ഇല്ല. സോളിഡിനെ നമുക്ക് ഈസിയായി ലിക്വിഡായും ഗ്യാസായും കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. സോളിഡിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സോളിഡിൻ്റെ തെർമൽ എനർജി ഇൻക്രീസ് ചെയ്യും. അത് ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോളിഡിനെ ഹീറ്റ് ചെയ്താൽ അത് ലിക്വിഡായി കൺവേർട്ട് ചെയ്തും. ലിക്വിഡിൻ്റെ തെർമൽ എനർജി വീണ്ടും ഇൻക്രീസ് ചെയ്താൽ അഥവാ ടെമ്പറേച്ചർ കൂട്ടിയാൽ ലിക്വിഡ് ഗ്യാസായി കൺവേർട്ട് ചെയ്യും. ഇനി നേരെ തിരിച്ച് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കുറച്ചാൽ അതിൻ്റെ തെർമൽ എനർജി കുറയുന്നു. അത് ലിക്വിഡായി കൺവേർട്ട് ചെയ്യുന്നു. അതേപോലെ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ കുറച്ചാൽ അഥവാ തെർമൽ എനർജി ലോവർ ചെയ്താൽ അത് സോളിഡായി കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അവിടുത്തെ തെർമൽ എനർജിയും ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസും തമ്മിലുള്ള ബാലൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഏതൊക്കെയാണ് മോളിക്യൂൾസിനിടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് എന്നതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരു മോളിക്യൂളിൽ ആറ്റംസിനെ ഒരുമിച്ച് നിർത്തുന്ന കെമിക്കൽ ബോണ്ടിങ് അല്ല ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, മോളിക്യൂളിൽ ആറ്റംസിനെ ഒരുമിച്ച് നിർത്തുന്നത് കോവാലന്റ് ബോണ്ടിങ് അല്ലെങ്കിൽ അയോണിക് ബോണ്ടിങ് ആയിരിക്കും. ഇവിടെ മോളിക്യൂൾസിനെ പരസ്പരം ഒരുമിച്ച് നിർത്തുന്ന അട്രാക്റ്റീവ് ഫോഴ്സസ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സസ്. നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് അട്രാക്റ്റീവ് ഫോഴ്സസിനെ കുറിച്ചാണ്. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസിനെ കുറിച്ച് സ്റ്റഡി നടത്തിയത് ജോഹാനസ് വാൻഡർവാൾസ് എന്ന സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് മോളിക്യൂൾസിനിടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് വാൻഡർവാൾസ് ഫോഴ്സസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 3 തരമുണ്ട്: ഡിസ്പേഴ്സൻ ഫോഴ്സ് ഓർ ലണ്ടൻ ഫോഴ്സ്, ദെൻ ഡൈപോൾ ഡൈപോൾ ഫോഴ്സ്, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പോളാർ മോളിക്യൂൾ, നോൺ പോളാർ മോളിക്യൂൾ ഇവ തമ്മിലുള്ള വ്യത്യാസം പഠിച്ചിരുന്നു. നമുക്കൊരു മോളിക്യൂൾ പരിഗണിക്കാം. HCl എന്ന മോളിക്യൂൾ. ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും ഒരു ജോഡി ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇവ തമ്മിൽ ഒരു കോവാലൻ്റ് ബോണ്ടാണ് ഉള്ളത്. ഹൈഡ്രജനും ക്ലോറിനും ആ ഇലക്ട്രോണുകളെ തുല്യമായി ഷെയർ ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ബട്ട് ഇവിടെ ക്ലോറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 3.0, ഹൈഡ്രജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 2.1 എന്നിങ്ങനെയാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ക്ലോറിൻ ആറ്റമാണ് അവ തമ്മിൽ ഷെയർ ചെയ്തിരിക്കുന്ന ആ ഒരു ജോഡി ഇലക്ട്രോണുകളെ സ്ട്രോങ് ആയി അട്രാക്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായും ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്ന ആ ഇലക്ട്രോൺ ജോഡി ക്ലോറിൻ ആറ്റത്തിൻ്റെ അടുത്തേക്ക് കൂടുതലായി നീങ്ങുന്നു. ഇലക്ട്രോൺ ജോഡി ക്ലോറിൻ്റെ അടുത്തേക്ക് വന്നാൽ ക്ലോറിൻ ആറ്റത്തിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ലഭിക്കും. ക്ലോറിൻ കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ഇലക്ട്രോൺ ജോഡി ക്ലോറിൻ്റെ അടുത്തേക്ക് വരുന്നു. അതുകൊണ്ട് ക്ലോറിന് ഭാഗികമായ നെഗറ്റീവ് ചാർജ് നമ്മൾ ഡെൽറ്റ നെഗറ്റീവ് എന്ന സിമ്പൽ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം
ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അടുത്തു നിന്നും ഇലക്ട്രോൺ ജോഡി അകന്നു പോകുന്നു. അതിനാൽ ഹൈഡ്രജന് ഭാഗികമായ ഒരു പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. ഇങ്ങനെ ഭാഗികമായി ചാർജ് ലഭിക്കുന്ന മോളിക്യൂളിനെ നമ്മൾ പോളാർ മോളിക്യൂൾ എന്നാണ് വിളിക്കുന്നത്. HCl ഒരു പോളാർ മോളിക്യൂളാണ്. അവിടെ പെർമനൻ്റായ ചാർജ് സെപ്പറേഷൻ ഉണ്ടാകുന്നു. അതിന് ഒരു പെർമനൻ്റ് ഡൈപോൾ മൊമെൻറ്റും ഉണ്ടാകും. എന്നാൽ H2 പോലുള്ള മോളിക്യൂൾസ്, ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ്, രണ്ടിൻ്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി ഒരേപോലാണ്. ഇതൊരു സിമെട്രിക് മോളിക്യൂളാണ്. രണ്ടാറ്റവും തുല്യമായാണ് ഇലക്ട്രോൺ ജോഡിയെ പങ്കിട്ടെടുക്കുന്നത്. അതുകൊണ്ട് അവിടെ ചാർജ് സെപ്പറേഷൻ പോസിബിൾ അല്ല. നമ്മൾ പറയും H2 എന്ന് പറയുന്നത് ഒരു നോൺ പോളാർ മോളിക്യൂളാണ്. അതിന് ഒരു പെർമനൻ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകില്ല. അതുപോലെ മോണോ അറ്റോമിക് മോളിക്യൂൾസ്, ആർഗൺ, നിയോൺ പോലുള്ള നോബിൾ ഗ്യാസസ്, അവിടെയും ചാർജ് സെപ്പറേഷൻ ഇല്ല. ഇങ്ങനെ ചാർജ് സെപ്പറേഷൻ ഇല്ലാത്ത മോളിക്യൂൾസിനെ നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നു. അതേസമയം HCl, HF തുടങ്ങിയ മോളിക്യൂളിൽ ചാർജ് സെപ്പറേഷൻ ഉണ്ടാകും. അതുകൊണ്ട് നമ്മളവയെ പോളാർ മോളിക്യൂൾ എന്നാണ് പറയുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട വാൻഡർവാൾസ് ഫോഴ്സസ് ഏതൊക്കെയാണ് എന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തേത് ഡിസ്പേഴ്സൺ ഫോഴ്സ് അഥവാ ലണ്ടൻ ഫോഴ്സ്. ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയത് ഫിർസ് ലണ്ടൻ എന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ടാണ് ഡിസ്പേഴ്സൺ ഫോഴ്സ് ലണ്ടൻ ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത്. കൺസിഡർ എ മോളിക്യൂൾ, സേ ആർഗൺ. നമുക്കറിയാം ആർഗൺ മോളിക്യൂളിൽ ന്യൂക്ലിയസ് സെൻറ്ററിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി അതിനു ചുറ്റും സിമെട്രിക്കലായി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ന്യൂക്ലിയസ് അഥവാ പോസിറ്റീവ് ചാർജ് സെൻറ്ററിലും ഇലക്ട്രോൺ ഡെൻസിറ്റി സിമെട്രിക്കലായ രീതിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചാർജ് സെപ്പറേഷൻ ഇല്ല. ബട്ട് ഈ മോളിക്യൂളിലെ അല്ലെങ്കിൽ ഈ ആറ്റമിലെ ഇലക്ട്രോൺ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രത്യേക ഇൻസ്റ്റൻറ്റിൽ ആ ഇലക്ട്രോൺ ചാർജ് ഡെൻസിറ്റി ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഇവിടുത്തെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് ഡിസ്റ്റോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വ്യതിയാനം സംഭവിക്കുന്നു. നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ ആ പോസിറ്റീവ് സെൻറ്റർ ഒരിടത്തും അതേസമയം ഇലക്ട്രോൺ ഡെൻസിറ്റി വേറൊരിടത്തും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇലക്ട്രോൺ ഡെൻസിറ്റി ഈ എൻഡിലും അതേസമയം പോസിറ്റീവ് സെൻറ്റർ വേറൊരിടത്തും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇത് എ എന്ന മോളിക്യൂൾ ആണ് എന്ന് പരിഗണിക്കുക. അതിൻ്റെ ക്ലോസ് വിസിനിറ്റിയിൽ തന്നെ ബി എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്. അതും യൂണിഫോമായ രീതിയിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഇൻസ്റ്റൻറ്റിൽ എ എന്ന് പറയുന്ന മോളിക്യൂളിൽ ചാർജ് ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ വ്യതിയാനം വന്നു. അതുകൊണ്ട് അതിൻ്റെ ക്ലോസ് വിസിനിറ്റിയിലുള്ള ബി എന്ന് പറയുന്ന മോളിക്യൂളിലും ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി എല്ലായ്പ്പോഴും പോസിറ്റീവ് സെൻറ്ററിനെ അട്രാക്റ്റ് ചെയ്യും. ഇവിടെയും ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വരികയാണ് ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജ് ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അതേസമയം ഇലക്ട്രോൺ ഡെൻസിറ്റി വേറൊരിടത്തും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇവിടെ രണ്ട് നോൺ പോളാർ മോളിക്യൂൾസ് ആയിരുന്നു. ആ നോൺ പോളാർ മോളിക്യൂൾസ് പരസ്പരം അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ രണ്ട് നോൺ പോളാർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് ലണ്ടൻ ഫോഴ്സ് അഥവാ ഡിസ്പേർഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് നോൺ പോളാർ മോളിക്യൂൾസ് തമ്മിലുള്ള ആ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വീക്കായിരിക്കും. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും തോറും ആ അട്രാക്റ്റീവ് ഫോഴ്സ് വീണ്ടും വീക്കൻ ചെയ്യും. രണ്ടാമത്തെ ഫോഴ്സ് ഡൈപോൾ അട്രാക്റ്റീവ് ഫോഴ്സ്. ഇത് രണ്ട് പെർമനൻ്റ് പോളാർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ്. ഉദാഹരണം നമുക്ക് പരിഗണിക്കാം. HCl മോളിക്യൂൾ നമ്മൾ കണ്ടിരുന്നു. HCl എന്ന് പറയുന്നത് ഒരു പോളാർ മോളിക്യൂളാണ്. ക്ലോറിൻ ആറ്റം
കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് ക്ലോറിൻ ആറ്റത്തിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ ആറ്റത്തിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജും ലഭിക്കുന്നു. അടുത്ത HCl മോളിക്യൂള്, ഇവിടെയും ക്ലോറിൻ ആറ്റത്തിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, ഹൈഡ്രജൻ ആറ്റത്തിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. ഇത് രണ്ട് പെർമനൻ്റ് പോളാർ മോളിക്യൂൾസ് ആണ്. അതിനാൽ ഇവ പരസ്പരം അട്രാക്റ്റ് ചെയ്യും. ഇത്തരം അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് ഡൈപോൾ ഡൈപോൾ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ രണ്ട് പോളാർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് ഡൈപോൾ ഡൈപോൾ ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത്. ഡിസ്പേഴ്സൺ ഫോഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ഡൈപോൾ ഡൈപോൾ ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും. മൂന്നാമത്തെ അട്രാക്റ്റീവ് ഫോഴ്സ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ്. ഒരു പെർമനൻ്റ് ഡൈപോളും ഒരു നോൺ പോളാർ മോളിക്യൂളും തമ്മിലുള്ള അട്രാക്ഷനെയാണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് എന്ന് പറയുന്നത്. കൺസിഡർ ആൻ എക്സാമ്പിൾ. HCl ആൻഡ് ആർഗൺ. നമുക്കറിയാം ആർഗൺ എന്ന് പറയുന്നത് ചാർജ് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു സിമെട്രിക്കൽ മോളിക്യൂളാണ്. പോസിറ്റീവ് ചാർജ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഇലക്ട്രോൺ ഡെൻസിറ്റി സിമെട്രിക്കലായ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇതൊരു പോളാർ മോളിക്യൂളാണ്. അതിൻ്റെ ഫലമായിട്ട് ഈ ആർഗൺ എന്ന മോളിക്യൂളിൽ ഒരു ഡൈപോള് ഇൻഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രേരിപ്പിച്ച് ഉണ്ടാക്കുന്നു. ഇവിടെ ഈ പാർഷ്യൽ നെഗറ്റീവ് ചാർജുള്ള ഭാഗം ഇതിൻ്റെ പോസിറ്റീവ് സെൻറ്ററിനെ ഇഷ്ടപ്പെടും. സോ അവിടെ ഒരു ചാർജ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു. നമുക്കിത് ആ ഡിസ്റ്റർബൻസ് സൂചിപ്പിക്കാൻ സാധിക്കും. H ഇവിടെ ഡെൽറ്റ പോസിറ്റീവ്, Cl ഡെൽറ്റ നെഗറ്റീവ്. ഇതെല്ലാം എപ്പോഴും ആ പോസിറ്റീവ് സെൻറ്ററിനെ ഇഷ്ടപ്പെടും. ഇവിടെ ഒരു ഡൈപോള് അഥവാ ഒരു പോളാർ മോളിക്യൂളിൻ്റെ പ്രസൻസ് കാരണം ഒരു നോൺ പോളാർ മോളിക്യൂളിൽ ചാർജ് സെപ്പറേഷൻ ഉണ്ടായി. ഇവ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരു പെർമനൻ്റ് പോളാർ മോളിക്യൂളും ഒരു നോൺ പോളാർ മോളിക്യൂളും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും സ്ട്രോങ് ആയത് ഡൈപോൾ ഡൈപോൾ അട്രാക്റ്റീവ് ഫോഴ്സാണ്. അത് രണ്ട് പോളാർ മോളിക്യൂൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ്. ഈ ഡൈപോൾ ഡൈപോൾ ഇൻ്ററാക്ഷൻ്റെ വേറൊരു കാറ്റഗറിയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഹൈഡ്രജൻ ബോണ്ടിങ്. അതായത് ഹൈ ഇലക്ട്രോ നെഗറ്റീവായ ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ തുടങ്ങിയ ആറ്റംസുമായി ഹൈഡ്രജൻ ആറ്റം കോവാലൻ്റ് ബോണ്ട് വഴി അറ്റാച്ച് ചെയ്തിരിക്കുന്ന മോളിക്യൂളിൽ ഉണ്ടാകുന്ന ഡൈപോൾ ഡൈപോൾ ഇൻ്ററാക്ഷനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഉദാഹരണമായി HF മോളിക്യൂൾ പരിഗണിക്കുക. ഇവിടെ ഫ്ലൂറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി പോളിംഗ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ പ്രകാരം 4.0 ഹൈഡ്രജൻ്റേത് 2.1 ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ഫ്ലൂറിന് ഡെൽറ്റ നെഗറ്റീവ് ചാർജും ഹൈഡ്രജന് ഡെൽറ്റ പോസിറ്റീവ് ചാർജും ലഭിക്കുന്നു. തൊട്ടടുത്തുള്ള HF മോളിക്യൂള്, ഇവിടെ ഫ്ലൂറിന് ഡെൽറ്റ നെഗറ്റീവ് ചാർജ്, ഹൈഡ്രജന് ഡെൽറ്റ പോസിറ്റീവ് ചാർജ്. ഇവ തമ്മിൽ ഒരു വീക്ക് ബോണ്ടിങ് ഉണ്ടാകുന്നു. ഇങ്ങനെ ഹൈഡ്രജൻ ഹൈ ഇലക്ട്രോ നെഗറ്റീവായ ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ തുടങ്ങിയ മോളിക്യൂളുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഡൈപോൾ ഡൈപോൾ ഇൻ്ററാക്ഷനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഡൈപോൾ ഡൈപോൾ ഫോഴ്സ് പോലെ വളരെ സ്ട്രോങ് ആയ ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ്. ബട്ട് ഏതാനും മോളിക്യൂളിൽ മാത്രമേ ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ളൂ. അതുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ നമ്മൾ വാൻഡർവാൾസ് ഫോഴ്സിൻ്റെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. സോ മോളിക്യൂൾസിനിടയ്ക്ക് ആക്ട് ചെയ്യുന്ന വാൻഡർവാൾസ് ഫോഴ്സസ് എന്ന് പറയുന്നത് പ്രധാനമായും 3 തരമാണുള്ളത്. ഡിസ്പേഴ്സൺ ഫോഴ്സ് അഥവാ ലണ്ടൻ ഫോഴ്സ്,
ഡൈപോൾ ഡൈപോൾ ഇൻ്ററാക്ഷൻ ആൻഡ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻ്ററാക്ഷൻ. നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായും പഠിക്കാനുള്ളത് ഗേഷ്യസ് സ്റ്റേറ്റിൻ്റെയും ലിക്വിഡ് സ്റ്റേറ്റിൻ്റെയും പ്രത്യേകതകളാണ്. ഒരു ഗ്യാസിൻ്റെ മെഷറബിൾ പാരാമീറ്റേഴ്സ് എന്നത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് അഥവാ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. ഈ 4 പാരാമീറ്റേഴ്സിനെ കണക്റ്റ് ചെയ്യുന്ന ഏതാനും ലോസ്, അത് ഗ്യാസ് ലോസ് എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ആദ്യം ബോയിൽസ് ലോ. നമുക്കൊരു എക്സ്പെരിമെൻ്റ് നോക്കാം. ഇവിടെ ഒരു സിറിഞ്ചിൽ എയർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ വോളിയം 25 ml ആണ്. ഇതിൻ്റെ നോസിൽ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഈ പിസ്റ്റണിൽ അഥവാ ഇവിടെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റി പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ വോളിയം 10 ml ആയി കുറയ്ക്കാൻ സാധിച്ചു. അതായത് പ്രഷർ കൂടുന്തോറും എയറിൻ്റെ അഥവാ ഗ്യാസിൻ്റെ വോളിയം കുറയുന്നു. ഞാൻ അപ്ലൈ ചെയ്ത പ്രഷർ ലോവർ ചെയ്യുന്നു, അതിൻ്റെ വോളിയം വീണ്ടും ഇൻക്രീസ് ചെയ്തു. സോ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഒരു ഗ്യാസിൻ്റെ വോളിയം കുറയും. അതേസമയം പ്രഷർ ലോവർ ചെയ്താൽ വോളിയം കൂടും. ഇവ തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയത് റോബർട്ട് ബോയിൽ എന്ന സയൻറ്റിസ്റ്റാണ്. അതുമായി ബന്ധപ്പെട്ട ലോയാണ് ബോയിൽസ് ലോ എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് ലോ സ്റ്റേറ്റ് ചെയ്യാം. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ the volume of a fixed amount of gas varies inversely with its pressure. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് ഗ്യാസിൻ്റെ വോളിയം എന്നത് പ്രഷറുമായി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഈ ലോസിലെല്ലാം 2 പാരാമീറ്റേഴ്സ് ഫിക്സഡും മറ്റു 2 പാരാമീറ്റേഴ്സ് വേരി ചെയ്യുന്നതുമാണ് പറയുന്നത്. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, എമൗണ്ട് ഓഫ് ഗ്യാസും കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഗ്യാസിൻ്റെ വോളിയം എന്നത് പ്രഷറുമായി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. നമുക്ക് തിരിച്ചും പറയാൻ സാധിക്കും, ഒരു ഗ്യാസിൻ്റെ പ്രഷർ എന്നത് വോളിയവുമായി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഈ ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം നമുക്ക് എഴുതാൻ പറ്റും. ഒരു ഗ്യാസിൻ്റെ വോളിയം എന്നത് പ്രഷറുമായി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. വോളിയം ക്യാപിറ്റൽ ലെറ്റർ വി കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ സ്മോൾ ലെറ്റർ പി കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പി. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ സൈൻ കൊണ്ടുവരാൻ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. നമുക്ക് എഴുതാൻ പറ്റും വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. കൺസിഡർ കെ ആണ് കോൺസ്റ്റൻ്റ് എന്ന്. വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/p. പി ലെഫ്റ്റിലേക്ക് എടുക്കുകയാണ് എങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ. ഇനി 2 ഡിഫറെൻറ്റ് കണ്ടീഷൻസ് പരിഗണിക്കുക. ആദ്യത്തെ പ്രഷർ P1 എന്നും രണ്ടാമത്തെ പ്രഷർ V1 എന്നും പരിഗണിക്കുന്നു. P1 ഇൻറ്റു V1 ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. രണ്ടാമത്തെ പ്രഷർ P2, അപ്പോഴുള്ള വോളിയം V2 എന്ന് പരിഗണിക്കുക. P2 V2 ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. രണ്ടിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. P1 V1 ഈസ് ഈക്വൽ ടു P2 V2. ബോയിൽസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോമായി ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാകും. ഒന്നുകിൽ V ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു P, ഓർ PV ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, ഓർ P1 V1 ഈസ് ഈക്വൽ ടു P2 V2. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രോബ്ലംസ് വരാറുണ്ട്. ആദ്യത്തെ പ്രഷറും വോളിയവും രണ്ടാമത്തെ പ്രഷർ അല്ലെങ്കിൽ വോളിയം തരുന്നു. അപ്പോൾ നാലാമത്തെ ആ ഫാക്ടർ കണ്ടെത്താനാണ് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് പുതിയ വോളിയം അല്ലെങ്കിൽ പ്രഷർ കണ്ടെത്താൻ സാധിക്കും. ബോയിൽസ് ലോയുടെ ഗ്രാഫിക്കൽ ഫോം നമുക്ക് നോക്കാം. കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ ഒരു ഫിക്സഡ് എമൗണ്ട് ഗ്യാസിന് പ്രഷർ വേരി ചെയ്യുമ്പോൾ വോളിയം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്?
ഒരു ഒബ്സർവേഷൻ നോക്കുക. ഇവിടെ പ്രഷർ അറ്റ്മോസ്ഫിയറാണ് എടുത്തിരിക്കുന്നത്, വോളിയം ലിറ്ററിലും. 1 അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കുമ്പോൾ ആ ഗ്യാസിൻ്റെ വോളിയം 10 ലിറ്റർ. 2 അറ്റ്മോസ്ഫിയർ ആകുമ്പോൾ വോളിയം കുറയുന്നു, 5 ലിറ്റർ. ദെൻ 3 അറ്റ്മോസ്ഫിയർ ആകുമ്പോൾ 3.33, 4 അറ്റ്മോസ്ഫിയർ ആകുമ്പോൾ 2.5. ഇവിടെ പ്രഷർ വേഴ്സസ് വോളിയം ഗ്രാഫ് നോക്കാം. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്തോറും വോളിയം കുറയും. നമുക്ക് ഡൗൺവേർഡായ കർവ്ഡ് ഗ്രാഫാണ് കിട്ടുന്നത്. ഈ രീതിയിലായിരിക്കും ബോയിൽസ് ലോയുടെ ഗ്രാഫിക്കൽ ഫോം. കൺസിഡർ ഇപ്പോൾ വരച്ച ഗ്രാഫ് ഒരു 200 കെൽവിൻ ടെമ്പറേച്ചറിലാണ് എന്ന് പരിഗണിക്കുക. ഇത് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ വരയ്ക്കുന്ന ഗ്രാഫാണ്. അതുകൊണ്ട് നമ്മളതിനെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഗ്രാഫ് ഐസോതേം എന്നാണ് പറയുന്നത്. ഇപ്പോൾ വരച്ച ഗ്രാഫ് ഐസോതേം എന്നാണ് അറിയപ്പെടുന്നത്. ഉയർന്ന ടെമ്പറേച്ചറിലാണ് ഗ്രാഫ് വരയ്ക്കുന്നതെന്ന് പരിഗണിക്കുക. ഉദാഹരണമായി 300 കെൽവിനിൽ നമ്മൾ അടുത്ത ലോയിൽ പഠിക്കുന്നുണ്ട്, ടെമ്പറേച്ചർ കൂടിയാൽ അവിടെ പ്രഷറും വോളിയവും കൂടും. സോ 300 കെൽവിനിലാണ് എങ്കിൽ നമുക്ക് ഈ ഐസോതേം കിട്ടുന്നത് അല്പം കൂടി മുകളിലായിരിക്കും. ഇതായിരിക്കും 300 കെൽവിനിൽ കിട്ടുന്ന ആ ഗ്രാഫ്. ഇതിലും ഉയർന്ന ടെമ്പറേച്ചർ ആണെങ്കിൽ വീണ്ടും മുകളിലായിരിക്കും 400 കെൽവിനിൽ കിട്ടുന്ന ഗ്രാഫ് വരയ്ക്കാനായിട്ട് അറിയണം. ഐസോതേംസ് എന്നാൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ പ്രഷർ വേഴ്സസ് ഗ്രാഫാണ്. ഡൗൺവേർഡായ കർവ്ഡ് ഗ്രാഫാണ് കിട്ടുന്നത്. അടുത്തതായി 1/v കണ്ടു. വോളിയത്തിൻ്റെ റെസിപ്രോക്കൽ 1/10 0.1, 1/5 0.2, 1/3.333, 0.3 എക്സെട്ര. നമ്മൾ ബോയിൽസ് ലോ പ്രകാരം കണ്ടിരുന്നു, പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ബട്ട് പ്രഷറും 1/vയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. സോ പ്രഷർ ഇൻക്രീസ് ചെയ്യും തോറും 1/v ഇൻക്രീസ് ചെയ്യുന്നു. സോ മുകളിലേക്ക് വരുന്ന സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ പി വേഴ്സസ് 1/v എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. ഇത് 200 കെൽവിനിൽ ആണ് എന്ന് കരുതുക. ഇതിലും ഉയർന്ന ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്കറിയാം പ്രഷർ കൂടും. ഇതിലും മുകളിലുള്ള ഒരു ഗ്രാഫായിരിക്കും 300 കെൽവിനിൽ കിട്ടുന്നത്. 400 കെൽവിൻ ആണ് എങ്കിൽ ഇതിലും മുകളിലായിരിക്കും ഗ്രാഫ് വരുന്നത്. എല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഇത് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്താൽ നമുക്ക് ഇത് ഒറിജിനുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതും ബോയിൽസ് ലോയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രാഫാണ്. ബോയിൽസ് ലോ പ്രകാരം പി വി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ പി ഇൻറ്റു വി, ആദ്യം P1 V1 എന്ന് പരിഗണിക്കുന്നു, 10 എന്ന് കിട്ടുന്നു. P2 V2 10 എന്ന് കിട്ടുന്നു. P3 V3 10 എന്ന് കിട്ടുന്നു. P4 V4 10 എന്ന് കിട്ടുന്നു. സോ പി വേഴ്സസ് പി വി ഗ്രാഫ് ആണ് എങ്കിൽ പി വി ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. സോ പ്രഷറിൻ്റെ ആക്സിസിന് പാരലലായ ഒരു ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുന്നത്. ബോയിൽസ് ലോയുടെ ഏതാനും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് നമുക്ക് പരിഗണിക്കാം. വെതർ ബലൂൺസ്, കാലാവസ്ഥാ പഠനത്തിന് ഉപയോഗിക്കുന്ന ആ ബലൂണുകൾ മുകളിലേക്ക് പോകുന്തോറും അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം സീ ലെവലിലാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഏറ്റവും കൂടുതൽ. മുകളിലേക്ക് പോകുന്തോറും എയറിൻ്റെ അളവ് കുറയുന്നു. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലോവർ ചെയ്യുന്നു. പ്രഷർ ലോവർ ചെയ്താൽ ആ ബലൂണിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. സോ സീ ലെവലിൽ വെച്ച് ബലൂൺ ചെറുതാണ് എന്ന് പരിഗണിക്കുക. അത് കുറേ ഉയരത്തിലെത്തുമ്പോൾ അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. വീണ്ടും മുകളിലെത്തുമ്പോൾ വീണ്ടും വോളിയം ഇൻക്രീസ് ചെയ്യും. ഇതേ ഒബ്സർവേഷൻ നമുക്ക് ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന വായുകുമിളയെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മുകളിലുള്ള വെള്ളം താഴേക്ക് കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുളത്തിൻ്റെ അടിത്തട്ടിൽ ഉയർന്ന പ്രഷറാണ്. അതുകൊണ്ട് ആ വായുകുമിള അല്ലെങ്കിൽ എയർ ബബിൾ എന്ന് പറയുന്നത് തീരെ സൈസ് കുറവായിരിക്കും. മുകളിലേക്ക് വരുന്തോറും വാട്ടറിൻ്റെ പ്രഷർ കുറയുന്നു. സോ ആ എയർ ബബിളിൻ്റെ വോളിയം കൂടുന്നു. മുകളിലേക്ക് വരുന്തോറും എയർ ബബിൾ
അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും.